ഇത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഏകദേശം 800 മീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാം. ഞങ്ങൾ ഗുരുവായൂരിലേക്ക് വരുമ്പോൾ ട്രെയിനിൽ വരാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ട്രെയിനിൻ്റെ ടൈമോ കാര്യങ്ങളോ കറക്റ്റായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഗുരുവായൂർ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലൊന്ന് വരാമെന്ന് വിചാരിച്ചു. അതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടുമോ നോക്കാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ബോർഡ് കാണാം. അപ്പോൾ ആ ബോർഡിൽ ഇവിടുത്തെ ട്രെയിനിൻ്റെ നമ്പറും പുറപ്പെടുന്ന സമയവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റ് ഒക്കെ അടങ്ങിയ ഒരു ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഓർഡറിൽ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇതിൽ ചില കാര്യങ്ങളിലൊക്കെ ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഈ ബോർഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് 16341 എന്ന് പറയുന്ന ട്രെയിൻ നമ്പറുള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതെങ്ങോട്ടാന്ന് മനസ്സിലായോ? പറയട്ടോ. അത് 16341 ഗുരുവായൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ നമ്പറാണ്. രാവിലെ 3:25 ഈ ട്രെയിൻ ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടി ട്രെയിൻ നമ്പർ പറയാം. 16341 അത് രാവിലെ 3:25 ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടും. അടുത്തതായിട്ട് ഗുരുവായൂരിൽ നിന്നും മധുരയിലേക്ക് പോകുന്ന ട്രെയിനാണ്. രാവിലെ 5:50 ഈ ട്രെയിൻ പുറപ്പെടുന്നത്. 16328 ട്രെയിനിൻ്റെ നമ്പർ. 16328 ഗുരുവായൂരിൽ നിന്നും മധുരയ്ക്ക് 5:50 പുറപ്പെടുന്ന ട്രെയിനാണ്. അടുത്തതായിട്ട് ഗുരുവായൂരിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ്. രാത്രി 11:15 ഗുരുവായൂരിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രെയിൻ പുറപ്പെടും. അപ്പോൾ ആ ട്രെയിനിൻ്റെ നമ്പർ 16128 16128. അപ്പോൾ ഈ ട്രെയിനിൽ ഏതൊക്കെ സ്റ്റേഷനുകളാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ ഞങ്ങളിവിടെ സൈഡ് കാണിക്കട്ടോ. ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന 6 ട്രെയിനുകളാണ് ഉള്ളത്. അതിൽ നമ്മളിപ്പോൾ 3 പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 ട്രെയിനുകൾ എറണാകുളത്തേക്ക് പോകുന്നതാണ്. അതിൽ ഒന്നാമത്തത് രാവിലെ 6:50 പുറപ്പെടുന്ന ട്രെയിനാണ്. അതിൻ്റെ നമ്പർ 06439 ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് രാവിലെ 6:50 പുറപ്പെടുന്ന ട്രെയിനിൻ്റെ നമ്പറാണ് 06439. അടുത്തതായിട്ട് ഒരു ട്രെയിനും കൂടി ഉണ്ട്, 06447. ഇത് ഉച്ചയ്ക്ക് 1:30 ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ഒന്നും കൂടി നമ്പർ പറയാം, 06447. അപ്പം ഞങ്ങളിവിടെ വന്ന സമയത്ത് ഈ ട്രെയിൻ പുറപ്പെടുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഗുരുവായൂർ എറണാകുളം എക്സ്പ്രസ്സിനൊക്കെ ടാറ്റ പറഞ്ഞിട്ട് അടുത്ത ട്രെയിനിൻ്റെ കാര്യത്തിലേക്ക് പോവാം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു ട്രെയിനിൻ്റെ കാര്യമാണ് കേട്ടോ. ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള ട്രെയിനാണ്. അത് നമ്മളിനി ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തൃശ്ശൂരിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ട്രെയിൻ വേണമെങ്കിലും പിടിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന ട്രെയിനാണ്. ട്രെയിനിൻ്റെ നമ്പർ 06445. രാവിലെ 9:15 ഈ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടുന്നത്. രാവിലെ 9:15 പുറപ്പെടുന്ന ട്രെയിനിൻ്റെ നമ്പറാണ് 06445. തൃശ്ശൂരിലേക്ക് പോകുന്ന ട്രെയിനാണ്. 9:15 പുറപ്പെട്ടിട്ട് 9:55 ഈ ട്രെയിൻ തൃശ്ശൂരെത്തും. പിന്നെ ഒരു 40 മിനിറ്റ് യാത്ര ഈ ഒരു തൃശ്ശൂരിനും ഗുരുവായൂരിനും ഇടയ്ക്ക് പൊൻകുന്നം എന്ന് പറയുന്നൊരു സ്റ്റേഷനും കൂടി ഉള്ളൂ. ഏറ്റവും കുറവ് സ്റ്റേഷനുള്ളൊരു സർവീസും കൂടിയാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ട്രെയിനുകളൊക്കെ തൃശ്ശൂർ ടച്ച് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് ആ ട്രെയിൻ പിടിച്ചാലും തൃശ്ശൂർ എത്തിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ
ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഗുരുവായൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനിൻ്റെ കാര്യങ്ങളാണ്. ഇനി ഗുരുവായൂരിലേക്ക് എത്തുന്ന ട്രെയിനിൻ്റെ കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മൊത്തം 6 ട്രെയിനുകളാണ് ഗുരുവായൂരിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നതും അതുപോലെ ഗുരുവായൂരിലേക്ക് എത്തുന്നതും. മൊത്തം 12 സർവീസ്. അപ്പോൾ നമുക്ക് ഇനി ഗുരുവായൂരിലേക്ക് എത്തുന്ന ട്രെയിനിൻ്റെ കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങാം. 16:342 വൈകുന്നേരം 5:30 തിരുവനന്തപുരം സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 12:25 ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പറാണ് 16:342. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞാലോ, 16:342 എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും വൈകുന്നേരം 5:30 പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 12:25 ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനിൻ്റെ നമ്പറാണ്. അടുത്തതായിട്ട് മധുരയിൽ നിന്നും ഗുരുവായൂരിലേക്ക് എത്തുന്ന ട്രെയിനിൻ്റെ കാര്യമാണ്. മധുരയിൽ നിന്നും 11:20 രാവിലെ 11:20 പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം 2:10 രാവിലെ 2:10 ഈ ട്രെയിൻ ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത്. ട്രെയിനിൻ്റെ നമ്പർ 16:327. ഒന്നും കൂടി പറയാം കേട്ടോ. മധുരയിൽ നിന്നും 11:20 രാവിലെ 11:20 പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ 2:10 ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തുന്ന ട്രെയിനിൻ്റെ നമ്പറാണ് 16:327. അടുത്തതായിട്ട് ചെന്നൈയിൽ നിന്നും ഗുരുവായൂരിലേക്ക് വരുന്ന ട്രെയിനാണ് 16:127 16:127. ചെന്നൈയിൽ നിന്നും 9:45 രാവിലെ 9:45 പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം 7:40 രാവിലെ 7:40 ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനാണ് ഇത്. ഈ ട്രെയിനിൻ്റെ നമ്പറാണ് 16:127. അടുത്തതായിട്ട് എറണാകുളത്തേക്കുള്ള 2 സർവീസാണ്. 06:438 ട്രെയിൻ നമ്പർ. എറണാകുളത്ത് നിന്നും ഗുരുവായൂരിലേക്ക് വരുന്ന ട്രെയിനാണ്. എറണാകുളത്ത് നിന്നും രാവിലെ 6:10 പുറപ്പെട്ട് 8:45 ഗുരുവായൂരെത്തും. ഒന്നും കൂടി പറയാം. എറണാകുളത്ത് നിന്നും 6:10 പുറപ്പെട്ട് 8:45 രാവിലെ 8:45 ഗുരുവായൂർ എത്തിച്ചേരും. ഇനി അടുത്ത് എറണാകുളത്തേക്കുള്ളൊരു ട്രെയിനിൻ്റെ നമ്പറാണ് 06:448. ഈ ട്രെയിൻ എറണാകുളത്ത് നിന്നും രാത്രി 7:40 പുറപ്പെട്ടിട്ട് 10:30 PM രാത്രി 10:30 ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അപ്പോൾ ട്രെയിനിൻ്റെ നമ്പർ 06:448. അടുത്തതായിട്ട് തൃശ്ശൂരിലേക്ക് പോകുന്ന ട്രെയിനാണ് 06:446. തൃശ്ശൂരിൽ നിന്നും രാവിലെ 11:35 പുറപ്പെട്ടിട്ട് ഉച്ചയ്ക്കൊരു 12:05 ആവുമ്പോൾ ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങനെ ഗുരുവായൂർ എന്ന കൊച്ചു റെയിൽവേ സ്റ്റേഷനിലെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കായാലും ഗുരുവായൂരിലേക്ക് വരുമ്പോൾ ട്രെയിനിൽ വരികയാണെങ്കിൽ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ പോണ സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്പുണ്ട്, NTES നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം. അപ്പോൾ ആ ഒരു ആപ്പ് വഴി നമുക്ക് ട്രെയിൻ എത്ര മണിക്കാണ് പുറപ്പെടുക, എത്ര മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്, ഏതൊക്കെ സ്റ്റേഷനിലാണ് നിർത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ട്രെയിനിൻ്റെ എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ ഞങ്ങളതിൻ്റെ കാര്യമൊന്നും പറഞ്ഞെന്നുള്ളൂ. ഞങ്ങൾ പഴനിയിലേക്ക് ട്രെയിനിൽ പോയ വീഡിയോയിൽ ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതായതുകൊണ്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.